മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന പ്രദേശവാസികൾ. പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ബഹളവും നിലവിളിയും കേട്ടു. അശോക് ദാസ് ഓടിപ്പോകാതിരിക്കാൻ കെട്ടിയിടുക മാത്രമാണ് ചെയ്തതെന്നും നാട്ടുകാർ പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ബഹളമുണ്ടായി. അതിനിടെ ചില്ല് തകരുന്ന ശബ്ദവും നിലവിളിയും കേട്ടെന്ന് പ്രദേശവാസികൾ. ചോരയൊലിക്കുന്ന കയ്യുമായി അശോക് ദാസ് നടന്നു പോകുന്നത് കണ്ടെന്നും ദൃക്സാക്ഷികൾ. അമ്പലത്തിൽക്കൂടെ അവൻ ഓടിയത്, അവിടെ ചെരുപ്പും ചോരയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഈ മതിൽ ചാടിയാണ് അവൻ ഇവിടെ വന്നതായിരിക്കണം. ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ ഭയങ്കര ഒരു അടിയുടെ ശബ്ദം കേട്ടു. അടിയുടെ ശബ്ദവും ഒരു പുരുഷന്റെ കരച്ചിലും ഒപ്പം കേട്ടു. ആ ശബ്ദം കേട്ട ഉടനെ പിന്നെ ഗ്ലാസ് പൊട്ടണം ഒത്ത കേട്ടു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. ആൾക്കൂട്ട മർദ്ദനം എന്ന് പറഞ്ഞാൽ ആൾക്കാരങ്ങോട്ട് ചെന്നിട്ടേയില്ല. ഒരു മനുഷ്യൻ ചെന്നിട്ടില്ല, ഒരു കുഞ്ഞു പോലും. 2 മാസം മുൻപാണ് പെൺകുട്ടികൾ വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. അയൽക്കാരുമായി സംസാരമോ പരിചയമോ ഇല്ല. ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും വീടിനുള്ളിൽ വെച്ചാണ് അശോക് ആക്രമിക്കപ്പെട്ടതെന്നുമാണ് നാട്ടുകാരുടെ വിശദീകരണം. മരണകാരണമായ നെഞ്ചിലെയും തലയിലെയും പരിക്കേറ്റത് എവിടെ നിന്ന് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അശോക് ദാസിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.